സിനിമയെ കുറിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും റഫീഖ് ഭായും ഷെയ്നും നിഷാദും ഒക്കെ സംസാരിച്ചു. ഓരോ കാലഘട്ടത്തിനും അനിവാര്യമായ സിനിമ അല്ല, ഓരോ കാലഘട്ടത്തിനും ഷെയ്ൻ ഉപയോഗിച്ച് വാക്ക് കടമെടുക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നതാണ് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി തടസ്സങ്ങൾ വരിക എന്നുള്ളത് അതും അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് കോടതി വിധികൾ, അതിന്റെ ഒരു വ്യക്തമായിട്ട് റിലീസ് ഡേറ്റ് പരിധി നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ടീം, അതിന്റെ കറക്റ്റ് ഏത് സമയത്ത് ആര് കൊണ്ട് കേസ് കൊടുക്കും, പിന്നെ അതിൽ ആര് അപ്പീല് പോകും, ഈ അപ്പീലിൽ നമുക്ക് എങ്ങനെ നമ്മളെ തരണം ചെയ്യാം. വക്കീൽ ഓഫീസ് നമ്മൾ പണ്ട് ശ്രീനേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരിടത്ത് പാല് കാച്ചൽ എന്ന് പറഞ്ഞതിന് അത്രയും ബുദ്ധിമുട്ടി ഇറക്കിയൊരു സിനിമയാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും പ്രേക്ഷകൻ അറിയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണെന്ന് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കടമെടുത്താൽ മതി. പക്ഷെ ഇന്നലെ ഷെയ്നോടൊപ്പം പല തിയേറ്ററിലും പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, പിന്നെ അവരെയൊന്നും അഭിനയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ചിരിച്ച് അങ്ങനെ എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഈ ഷെയ്ന് ഉള്ള പ്ലസും മൈനസും എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇടിച്ചു കയറി അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയൂ എന്നൊന്നും പറയാനുള്ള അങ്ങനെയൊന്നും മച്ചാൻ അറിഞ്ഞൂടാ. മച്ചാന് കുമ്പളിങ്ങ നൈറ്റ്സിലെ ബോണിയുടെ വേറൊരു പകർപ്പാണ് ബോണിയല്ല ബോബി. അപ്പോ വളരെ പോസിറ്റീവായിട്ടാണ് നല്ല സിനിമ കണ്ടവരൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു 35 ഷോസ് ഒക്കെ അഡീഷണൽ കിട്ടുക എന്ന് പറഞ്ഞാല് പൈസ കൊടുത്ത് വർദ്ധിക്കാനും പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയാലേ പറ്റും. എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഇന്ന് മുതൽ ഈ ആഴ്ച മുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അത് കൂടുതൽ കളക്ഷനിലോട്ടും കൂടുതൽ ഫുട്ഫോൾസിലോട്ടും മാറി ബാക്കിയുള്ള വിജയിച്ച സിനിമകളോടൊപ്പം തന്നെ നമ്മുടെ പടവും കൂടി ഒന്ന് ഈ ക്രിസ്മസ് ന്യൂ ഇയറും വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നു.